നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്കെന്ന് സൂചന. വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ പാർട്ടിയായേക്കും. ഒരു മാസത്തിനുള്ളിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാനും സാധ്യത. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സര രംഗത്തുണ്ടായേക്കും. KB ശ്രീധരൻ വിവരങ്ങളുമായുണ്ട്. ശ്രീധരൻ, വിജയ് ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രത്യക്ഷമായി ഇറങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇപ്പോൾ ഇതാ പൊതു തെരഞ്ഞെടുപ്പിന് പടിവാതിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഉൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നത്. എങ്ങനെയാണ് നടപടി? അക്ഷയ, കഴിഞ്ഞ ദിവസം വിജയ് മക്കൾ ഇയക്കത്തിന്റെ ഒരു സമ്മേളനം ചെന്നൈയിൽ നടന്നിരുന്നു. ഇതിലാണ് ഈ നിർണായക തീരുമാനങ്ങളിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ചെയർമാനായി വിജയിയെ അധ്യക്ഷ പദവിയിലേക്ക് വിജയിയെ ജനറൽ കൗൺസിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വികാരമാണ് ഈ യോഗത്തിൽ ഉണ്ടായത്. പക്ഷേ വിജയ് അല്പം കൂടി കാത്തിരിക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉടൻ മത്സരത്തിന് ഇറങ്ങേണ്ട, പകരം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തുണ്ടാകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് വിജയ് മുന്നോട്ട് വെച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യമെടുത്താൽ ഇപ്പോൾ ഒരു തലമുറ മാറ്റം സംഭവിക്കുന്ന ഒരു കാലമാണ്. അതായത് അണ്ണാ DMK ഏതാണ്ട് ഇപ്പോൾ ശക്തി ക്ഷയിച്ച ഒരു മട്ടിൽ നിൽക്കുന്നു. അതൊരു വശത്ത് നിൽക്കുന്നു. അപ്പുറത്ത് DMK-യിൽ ഉദയനിധി സ്റ്റാലിൻ യുവത്വത്തിന്റെ പ്രതീകമായി ഇപ്പോൾ ഉയർന്നു വരുന്ന കാലം. BJP അപ്പുറത്ത് K അണ്ണാമലയിലൂടെ ഒരു വലിയ വരവിന് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു തലമുറ മാറ്റത്തിലേക്ക് പോകുന്ന സമയത്താണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. അങ്ങനെ വന്നാൽ തന്നെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് അല്ലെങ്കിൽ അണ്ണാ DMK ഉണ്ടാക്കിയ ഒരു ഗ്യാപ്പിലേക്ക് കയറാൻ തീർച്ചയായിട്ടും വിജയ്ക്ക് സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ നേരത്തെ അക്ഷയ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനു മുൻപും വിജയ് മക്കൾ ഇയക്കം ഇത്തരത്തിൽ യോഗം ചേരുകയും വിജയ് രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള സൂചനകളൊക്കെ അല്ലെങ്കിൽ വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷെ അന്നൊന്നും പിന്നീട് ഈ ഒരു നീക്കം ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പോവുകയും മറ്റൊരു നീക്കം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ പൊതു ഇടത്തേക്ക് ഈ വിജയിന്റെ ആരാധക സംഘടനയുടെ നീക്കങ്ങളും അത്തരത്തിലുള്ള ഇടപെടലുകളും അവരുടെ പല അതായത് ജനങ്ങളെ സേവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ തമിഴ്നാട്ടിന്റെ ഒരു പ്രത്യേകത രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ സിനിമയും രാഷ്ട്രീയവും അത്രമേൽ കലർന്നിരിക്കുകയും സിനിമാക്കാർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത്രമേൽ പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടാകില്ല. ഇത്തവണ ഈ അക്ഷയ സൂചിപ്പിച്ചതുപോലെ കുറച്ചും കൂടെ നമുക്കൊരു ഇത് ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സൂചനകൾ ശക്തമാകുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഈ വിജയ് മക്കൾ ഇയക്കം ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. അത് വിജയുടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ ഏത് താരത്തിന്റെ സംഘടന എടുത്താലും അങ്ങനെയാണ് പതിവ്. വിജയ് മക്കൾ ഇയക്കത്തിന്റെ പരിപാടികളിൽ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള സഹായ വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ വിജയ് സാധാരണ പങ്കെടുക്കുന്നത് കുറവാണ്. പ്രത്യേകിച്ച് മുൻപ് നമുക്കറിയാം, തൂത്തുക്കുടിയിലൊക്കെ വെടിവെപ്പ് ഉണ്ടായപ്പോൾ പാതിരാത്രി അധികം ആരെയും അറിയിക്കാതെ വിജയ് അവിടെ പോയി കുടുംബങ്ങളെ കൈകാര്യം